തിരുവനന്തപുരത്ത് KSRTC ബസ്സിൽ നിന്ന് രാത്രി യാത്രക്കിടയിൽ യുവതിയെ ഇറക്കി വിട്ടു. 18 രൂപ ടിക്കറ്റ് എടുത്ത യുവതിയുടെ ഗൂഗിൾ പേ വർക്ക് ചെയ്യാത്തതാണ് ഇറക്കി വിടാൻ കാരണം. രാത്രി 2.5 കിലോമീറ്ററോളം നടന്ന ശേഷമാണ് യുവതി വീട്ടിലെത്തിയത്. കുന്നത്തുകാലിലെ സ്വകാര്യ ആശുപത്രിയിലെ ജീവനക്കാരിയായ ദിവ്യ എന്ന 28 വയസ്സുകാരിക്കാണ് ഈ ദുരനുഭവം ഉണ്ടായത്. സംഭവത്തിൽ ഗതാഗത മന്ത്രിക്ക് പരാതി നൽകി. കഴിഞ്ഞ 26-ാം തീയതി രാത്രി 9 മണിക്കായിരുന്നു സംഭവം. ജോലി കഴിഞ്ഞ് വെള്ളറട സ്വദേശി ദിവ്യ കൂനമ്പയിൽ നിന്ന് വീട്ടിലേക്ക് ബസ് കയറിയപ്പോൾ കയ്യിൽ പേഴ്സ് കരുതാൻ മറന്നുപോയി. 18 രൂപയുടെ ടിക്കറ്റ് എടുത്ത് ഗൂഗിൾ പേ ഉപയോഗിച്ചെങ്കിലും സർവർ തകരാറ് കാരണം ഇടപാട് നടത്താൻ കഴിഞ്ഞില്ല. പ്രകോപിതനായ കണ്ടക്ടർ തോലടിയിൽ യുവതിയെ ആളൊഴിഞ്ഞ സ്ഥലത്ത് ഇറക്കിവിടുകയായിരുന്നു. തെരുവ് വിളക്കുകൾ പോലുമില്ലാത്ത സ്ഥലമായതിനാൽ ദിവ്യയ്ക്ക് 2.5 കിലോമീറ്റർ നടക്കേണ്ടി വന്നു. സംഭവത്തിൽ ദിവ്യ വകുപ്പ് മന്ത്രിക്കും വെള്ളറട സ്റ്റേഷൻ മാസ്റ്റർക്കും പരാതി നൽകി. ഞാൻ സ്ഥിരം ഡെയിലി KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്നതാണ്. ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്, GPay ചെയ്യാറുണ്ട്. ആ ഒരു ഇതിലാണ് GPay ചെയ്യാമെന്ന് വില്ലിങ് ആയത്. അപ്പോൾ അത് സെർവർ ബിസി ഞാൻ കാണിച്ചു. കുറച്ചുകൂടെ അങ്ങോട്ട് പോയിരുന്നെങ്കിൽ റേഞ്ച് കിട്ടി ഞാൻ GPay ചെയ്യായിരുന്നു. പക്ഷെ അയാൾ അതിനു മുമ്പേ അങ്ങനെ എന്നെ ഇറക്കി വിട്ടു. അല്ലെങ്കിൽ വെള്ളയുടെ പോയിട്ടായാലും ഹസ്ബൻഡിൽ നിന്ന് വാങ്ങി ഞാൻ കൊടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അയാൾ അത് ആ പരിഗണന നൽകാതെ, ഒരു പെൺകുട്ടി എന്ന പരിഗണന നൽകാതെ എന്നെ ആ രാത്രിയിൽ ഇട്ടിട്ട് ഒറ്റയ്ക്ക് അയാൾ ഇറക്കി വിട്ടു. തുടർന്ന് ഞാൻ KSRTC വെള്ളടയിലെ സ്റ്റേഷൻ മാസ്റ്ററിന് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്നലെ. ഞങ്ങൾ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫാണ്. അപ്പം രാത്രിയിൽ വീട്ടിൽ ചെന്നിട്ട് ഇങ്ങനെ ഒരു അനുഭവം വിളിച്ച് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ദുഃഖം ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ എല്ലാവർക്കും ഉണ്ടായി. അപ്പം അവരുടെ വീട്ടിലും പെൺകുട്ടികളുള്ളതാണ്. അപ്പം അവരുടെ മക്കൾ അവരിതുപോലെ വഴി റോഡിൽ ഇങ്ങനെ ഇറക്കി വിടുന്നു. നെയ്യാറ്റിൻകരയിൽ നിന്ന് വെള്ളറടയിലേക്ക് വന്ന KSRTC ബസ്സിലെ കണ്ടക്ടറും നെയ്യാറ്റിൻകര സ്വദേശിയുമായ അനിൽകുമാറാണ് ഇത്തരത്തിൽ പെരുമാറിയതെന്നും വകുപ്പ് തല അന്വേഷണം നടത്തുമെന്നും ഡിപ്പോ അധികൃതർ വ്യക്തമാക്കി. തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട് സ്ത്രീകൾക്ക് ബസ്സിൽ സൗജന്യ യാത്ര നൽകുമ്പോഴാണ് ഇവിടെ രാത്രി നടുവഴിയിൽ ഇറക്കിവിടുന്നത്. ന്യൂസ് 18 നെയ്യാറ്റിൻകര.